Watch full episodes on Jio Hotstar. നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ഇന്ന് ഞാൻ നിന്നെ തീർച്ചയായും പിടിച്ചു കൊണ്ടുപോകും. നിക്ക്, നിൽക്കാനല്ലേ പറഞ്ഞത്? നിർത്ത്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിൽക്കാനല്ലേ പറഞ്ഞേ? എന്നെ കൊണ്ട് ഈ കയർ ഉപയോഗിക്കാൻ നിർബന്ധിക്കരുത്. നിക്കവിടെ. നിക്ക്, ഇന്ന് ഞാൻ നിന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകും. ഞാനിന്ന് നിന്നെ വിടുന്ന പ്രശ്നമില്ല. എന്നെ ഒന്നും ചെയ്യല്ലേ. ഇനി ഞാൻ നിന്നെ വെറുതെ വിടില്ല. വേണ്ട വേണ്ട, എന്നെ ഒന്നും ചെയ്യല്ലേ. വേണ്ട. ഈ കുതിര എന്റെ നേർക്ക് വരികയാണല്ലോ. രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. നിൽക്ക്. എന്റെ പുറത്തുനിന്ന് ഇറങ്ങ്. ഇറങ്ങാനല്ലേ പറഞ്ഞത്? ഒന്ന് സമാധാനിക്ക്. നിനക്കെന്താ പറഞ്ഞാലും മനസ്സിലാവില്ലേ? ശാന്തമാകൂ, ശാന്തമാകൂ. പ്ലീസ് സ്റ്റോപ്പ്. ഞാൻ പറയുന്നൊന്ന് കേക്കൂ. നിങ്ങൾ അയാളോടൊന്ന് ക്ഷമിക്ക്. അയാൾ ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കില്ല. അദ്ദേഹം തന്നെ നമ്മളോട് പറയും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. അങ്കിൾ, നിങ്ങൾ അപ്പുവിന്റെ അച്ഛനല്ലേ? അതെ അതെ, ഞാൻ അപ്പുവിന്റെ അച്ഛനാണ്. അങ്കിൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? അങ്കിളിന് അറിയില്ലേ, യൂണിക്കോൺ മാത്രമല്ല വേറെ ഒരു വന്യമൃഗങ്ങളെയും നോവിക്കരുതെന്ന്. അവർക്കും ലൈഫ് ഉണ്ടല്ലോ. അവർക്കും നമ്മളെ പോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അല്ലാതെ ഇന്നെന്റെ മകൻ അപ്പുവിന്റെ ബർത്ത്ഡേ ആണ്. ഞാനിന്ന് അവനോട് എന്ത് ഗിഫ്റ്റാ വേണ്ടെന്ന് ചോദിച്ചു. അതിനവൻ യൂണിക്കോൺ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ യൂണിക്കോണെ പിടിച്ച് അവന്റെ കൈ കൊടുക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. കാരണം അവൻ ആരും ബർത്ത്ഡേ വിഷ് ചെയ്യൂല, അവനാരും ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് അവനിപ്പോ ദുഃഖിച്ചിരിക്കുക. ഞാൻ അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. നിങ്ങളത് കേട്ടില്ലേ? ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാ അദ്ദേഹം അങ്ങനെ ചെയ്തത്. സോ പ്ലീസ് അദ്ദേഹത്തിനോടൊന്ന് ക്ഷമിച്ചൂടെ? ഇതെന്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആയിട്ട് കരുതൂ. പ്ലീസ്, അദ്ദേഹം പൊയ്ക്കോട്ടെ. എന്നാ ശരി, ഇത്തവണ ഞാൻ അദ്ദേഹത്തെ ക്ഷമിച്ചേക്കാം. അതും ഇതൊരു നല്ല കാര്യത്തിനായതുകൊണ്ട് മാത്രം. ആര് വന്നെന്നെ വിഷ് ചെയ്താലും ഞാൻ അവർക്ക് ടോഫി കൊടുക്കും. ഹായ് സാൻഡി, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ജെനി ജോഡി. എടുത്തോളൂ ചോക്ലേറ്റ്. ഗായ്സ്, ഇന്ന് എന്നെ കൂടി ബർത്ത്ഡേ ആണ്. അതിനിപ്പോ ഞങ്ങൾ എന്ത് വേണം? ചെല്ല് ചെല്ല്, കൊടുക്കാൻ വേണ്ടി വലിയ ചോക്ലേറ്റ് എടുത്തോണ്ട് വാ. നമുക്ക് അവന്റെ ബർത്ത്ഡേ ഇവിടെ വെച്ച് ആഘോഷിച്ചാലോ? അവൻ കേക്ക്സും പേസ്ട്രീസും ഒക്കെ വാങ്ങിച്ചു തരല്ലേ? എന്തുകൊണ്ടില്ല? സാൻഡി, ബബിൾ ടപ്പിൾ, ഒരാളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഇങ്ങനെയല്ല. अंतर मंतर काली कलंतर चू
ആയിര താങ്ക് യു. വേറെ വല്ലതും ചെയ്യാനുണ്ടോ? ഇടയ്ക്ക് കയറി സംസാരിക്കാൻ നീ ആരടാ? ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കും. ഇടയ്ക്ക് കയറി വന്നാലുണ്ടല്ലോ ഞങ്ങൾ മമ്മിയോട് പറയും. നിങ്ങളത് കണ്ടായിരുന്നോ മാഡം കാനുഗോ? ഈ രുദ്ര എങ്ങനെയൊക്കെ കുട്ടികളെ വേദനിപ്പിക്കുന്നെന്ന് കണ്ടില്ലേ? അവൻ എപ്പോഴും തന്റെ ശക്തിയെ മിസ്യൂസ് ചെയ്യുകയാണ്. നിങ്ങൾ അവനെ ഒന്നും പറയാറില്ലല്ലോ. നിങ്ങൾ കൊടുക്കുന്ന ഈ അധിക സ്നേഹം കൊണ്ടാണ് അവൻ ഇങ്ങനെ വഷളാകുന്നത്. ആദ്യം മുതൽ ഞാൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിന്റെ മക്കൾ ജെനിയും ജോഡിയും അപ്പുവിനെ ഇൻസൾട്ട് ചെയ്തതും ഞാൻ കണ്ടതാ. രുദ്ര ചെയ്തതാണ് ശരി. ഒരുപക്ഷെ ഞാൻ അവരെ ശിക്ഷിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ ശിക്ഷയായിരിക്കും. ഇങ്ങനെയൊന്നും ആരെയും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കുന്നുണ്ടോ? ആ കുട്ടിയെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ എല്ലാവരും അവനെ ഇൻസൾട്ട് ചെയ്തു അല്ലേ? അവന്റെ മുഖത്ത് കേക്ക് വലിച്ചെറിയുന്നോ? നിങ്ങൾക്ക് എന്താ നാണമില്ലേ? സോറി മാഡം കാനുഗോ. ഗോ ബാക്ക്. എല്ലാവരും ക്ലാസ്സിലേക്ക് പോകാൻ. എനിക്കിവിടെ കൂട്ടുകാരായ ആരുമില്ല, ഒരു ഫ്രണ്ട് പോലും ഇല്ല. നിനക്ക് ഫ്രണ്ട്സ് ഉണ്ട് മോനെ. നീ ഒരു നല്ല കുട്ടിയല്ലേ? ആ, ഞാൻ വളരെ നല്ല കുട്ടിയാ. ഞാൻ ഇതുവരെ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. തീർച്ചയായും നിനക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അവരൊക്കെ എവിടെയാ? എന്നെ ഇതുവരെ ആരും ബർത്ത്ഡേ വിഷ് ചെയ്തില്ല. നിനക്കിപ്പോൾ ആവശ്യം ആത്മവിശ്വാസമാണ്. നിനക്കും കൂട്ടുകാരുണ്ടെന്നേ. അതെ, നിന്നെ വൈകുന്നേരം രക്ഷിച്ചില്ലേ, അവരാണ് നിന്റെ കൂട്ടുകാർ. അവരല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. അവരല്ലാതെയും ഒരുപാട് പേരുണ്ട്. നീ കോൺഫിഡന്റ് ആയിരിക്ക്. നിന്റെ കൂട്ടുകാർ തീർച്ചയായും നിന്നെ തേടി വരും. നീ കോൺഫിഡന്റ് ആയിരിക്ക്. പക്ഷെ അവന്റെ സെക്കൻഡ് തോട്ട്, അവൻ മരമണ്ടനാണ്. നിനക്ക് ബുദ്ധിയില്ല, നീ വളരെ ബോറിംഗ് ആണ്, നിനക്ക് ഒരു നോളജും ഇല്ല, അതുകൊണ്ടാണ് നിനക്ക് ഒരു ഫ്രണ്ട്സും ഇല്ലാത്തത്. ഇനി ഒരിക്കലും ഉണ്ടാകാനും പോകുന്നില്ല. ഇല്ലില്ല, അതൊക്കെ കള്ളാണ്, അതൊക്കെ കള്ളമാണ്. എല്ലാവർക്കും അത്രയ്ക്കും ധിക്കാരോ? എന്റെ ഹോള് നിങ്ങൾ മിസ്യൂസ് ചെയ്യാണല്ലേ? മമ്മി രക്ഷിക്കണേ, മമ്മി രക്ഷിക്കണേ. അയ്യോ രക്ഷിക്കണേ, രക്ഷിക്കൂ, രക്ഷിക്കണേ. രുദ്ര, ഞങ്ങളെ രക്ഷിക്കൂ. ഇബ്രാസ്ക ഗിബ്രാസ്ക കവാർച്ചി ഏറ്റു. എന്റെ ഹോൾ അത്രയ്ക്ക് മിസ്യൂസ് ചെയ്യുന്നുവോ? നിങ്ങൾക്ക് അത്രയ്ക്ക് ധിക്കാരായോ? അത്രയ്ക്ക് ധൈര്യം വന്നോ? സോറി സർ, പ്ലീസ് സർ, സോറി സർ. അവർക്കൊരു തെറ്റ് പറ്റിയതാണ് സർ. ഒരു മിനിറ്റ്. എല്ലാവരും സാറിനോട് സോറി പറ. സോറി സർ, ഇനി ഒരിക്കലും ഞങ്ങൾ ഈ തെറ്റ് ആവർത്തിക്കില്ല. ഇനി ഒരിക്കലും എന്റെ ഹോളിനെ മിസ്യൂസ് ചെയ്യരുത്. ഇത് അത്തരമൊരു സ്ഥലമാണ്. ഇവിടെ ഏതൊരു മനുഷ്യന്റെ പ്രശ്നത്തിനും ഇവിടെ പരിഹാരമുണ്ടാകും. പക്ഷെ ഇത് നിങ്ങൾ മിസ്യൂസ് ചെയ്യാൻ കരുതിയാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. അല്ല, അപ്പു എവിടെ? പെട്ടെന്ന് വരൂ, നമുക്ക് അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എന്നെ ഇവിടെയുള്ള ആർക്കും ഇഷ്ടമല്ല. അപ്പു അവിടെ നിൽക്ക്. അപ്പു ഞങ്ങളും വരുന്നുണ്ട്, ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്ക്. നിനക്ക് ബുദ്ധിയില്ല, നീ വളരെ ബോറിംഗ് ആണ്, നിനക്ക് ഒരു നോളജും ഇല്ല. അല്ല, ഇത് കള്ളമാണ്, അത് കള്ളമാണ്. ഇത് ഭയങ്കര ചൂടാണല്ലോ. അപ്പു നീ എവിടെയാ? അപ്പു നീ എന്തായി ചെയ്യുന്നേ? ടോട്ടൽ റൂം കത്തി ചാമ്പലാകും. അപ്പു നിൽക്ക്. അപ്പു ഇങ്ങനെ ചെയ്യരുത്. രുദ്ര എന്നെ ഒന്ന് വെറുതെ വിട്.
ഇബൈസ്ക സിബൈസ്ക നോർമൽ ക്രിയേറ്റോ. ഈ അപ്പു എവിടെ പോയി? അവൻ പുറത്തു പോയെന്നാ തോന്നുന്നത്. വരൂ നമുക്ക് പുറത്തു പോയി അന്വേഷിക്കാം. അപ്പു അവിടെ നിൽക്ക്. അപ്പു നീ എന്തൊക്കെയാ ചെയ്യുന്നേ? നിനക്ക് എന്താ പറ്റിയത്? എനിക്ക് ഇവിടെ ആരുടെയും സഹതാപത്തിന്റെ ആവശ്യമില്ല. ഞാൻ ബോറിംഗ് ആണ്, ഞാൻ വേസ്റ്റ് ആണ്. അപ്പു ഒരു മിനിറ്റ് അവിടെ നിൽക്ക്. എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. പക്ഷെ നീ അത് കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല. എന്നെ വിട്ടേക്ക്, ഞാൻ പോവാ. അല്ല, അവൻ ഇപ്പൊ എങ്ങോട്ടേക്കാ പോയത്? എന്നെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ബോറാണ്, ഞാൻ വേസ്റ്റ് ആണ്. നിനക്ക് ബുദ്ധിയില്ല. നീ വളരെ ബോറിംഗ് ആണ്. നിനക്ക് ഒരു നോളജും ഇല്ല. ഇല്ല ഇല്ല ഇല്ല. തീയോ? ആരാണ് ഇവിടെ തീ വെച്ചത്? അയ്യോ, ഇങ്ങനെ പോയാൽ കാട് മൊത്തം കരിഞ്ഞു പോകുമല്ലോ. ഞങ്ങൾക്ക് വീട് നഷ്ടപ്പെടും. ഇവൻ ഈ കാട് മുഴുവൻ കത്തിച്ച് നശിപ്പിക്കുന്നതിന് മുമ്പ് ഇവന്റെ കഥ അവസാനിപ്പിക്കണം. രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, രക്ഷിക്കണേ. രുദ്ര, നീ എനിക്ക് തടസ്സമാവരുത്. ഇവൻ ഞങ്ങളുടെ വീട് കത്തിക്കാൻ നോക്കിയവനാണ്. ഇവനെ ഞങ്ങൾ വെറുതെ വിടില്ല. സെറ്റോർ പ്ലീസ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. നിൽക്ക് പ്ലീസ്. ആദ്യം ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ചെയ്യും. ഞാൻ തടയില്ല. മാറി നിൽക്ക്. സെറ്റോർ, അവൻ വളരെ അപ്സെറ്റ് ആണ്. അവന്റെ ഫ്രണ്ട്സ് അവന് ഒരുപാട് നാണം കെടുത്തി. അതുകൊണ്ട് അവന് പകരം ഞാൻ മാപ്പ് ചോദിക്കാം. അവന് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന സമയത്ത് അവന്റെ ബോഡിയിൽ നിന്ന് ഹീറ്റ് ജനറേറ്റ് ആകും. അങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പ്ലീസ് ഈ ഒരു തവണത്തേക്ക് അവനൊന്ന് ക്ഷമിക്കൂ. ഇന്ന് അവന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് അത് സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾ അവനെ കൊണ്ടുപോവുക. ഇതുവരെ ഇവന്റെ ബർത്ത്ഡേക്ക് ആരും തന്നെ പാർട്ടി നടത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് അവന്റെ പാർട്ടി അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ രുദ്ര, സമ്മതിച്ചിരിക്കുന്നു. നമുക്ക് പോകാം. കാര്യമായിട്ട് പറഞ്ഞതാണോ? അതെ, വരൂ എന്റെ കൂടെ. ഹാപ്പി ബർത്ത്ഡേ അപ്പു, ഹാപ്പി ബർത്ത്ഡേ. രുദ്ര, എന്തൊരു ഗംഭീര പാർട്ടിയാണ്. എല്ലാത്തിനും നന്ദി. ഇനി ആരെങ്കിലും വരാനുണ്ടോ ഇവിടേക്ക്? പുറത്തൊരു പാർട്ടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പു കണ്ടില്ല, നിന്റെ പാർട്ടി വളരെ സ്പെഷ്യൽ ആണ്. ഇതുവരെ ആർക്കും ഇങ്ങനത്തെ ഒരു പാർട്ടി നടന്നിട്ടില്ല. ഇത്രയും അനിമൽസ് ഒരാളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോലും വന്നിട്ടില്ല. അവിടെ സെന്റോറും വന്നിട്ടുണ്ട്. എന്തുമാത്രം അനിമൽസ് ഉണ്ടെന്ന് അറിയാമോ? വാ വാ, നമുക്ക് വേഗം അങ്ങോട്ട് പോവാം. അത് അവള് പറഞ്ഞത് ശരിയാ. പെട്ടെന്ന് വാ, നമുക്ക് പോകാം. അടിപൊളിയായിരിക്കും. അല്ല അല്ല, ഒന്ന് നിക്ക്.
നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം തയ്യാറാക്കിയത്. ഞാൻ ബിരിയാണി കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്ക്. അത് ഞങ്ങൾ പിന്നെ ഒന്ന് കഴിച്ചോളാം സാൻഡി. ഞങ്ങൾക്ക് ഇപ്പൊ അനിമൽസിനെ കാണണം. ഓ, എല്ലാരും പോയല്ലോ. ദേ കണ്ടില്ല അവിടെ. അല്ല, ഇത്രയധികം മൃഗങ്ങൾ അവന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് എങ്ങനെ വന്നു? ഇതെല്ലാം ആ രുദ്രയുടെ പണിയാണ്. ചെല്ലു, പോയി കേക്ക് കട്ട് ചെയ്യൂ. Happy birthday to you. Happy birthday to you. Happy birthday dear Appu. Happy birthday to you. Happy birthday to you. Happy birthday dear Appu. Happy birthday to you. രുദ്ര, താങ്ക് യു വെരി മച്ച്. അപ്പുവിന്റെ ബർത്ത്ഡേ അടിപൊളിയായി സെലിബ്രേറ്റ് ചെയ്തു. ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല. ഗിഫ്റ്റ്സും വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊക്കെ കൊടുക്കണ്ടേ? ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റാ? ദാ അങ്ങോട്ട് നോക്ക്. Unicorn. യൂണിക്കോൺ. വേഗം വാ, വേഗം വാ, അവിടെ യൂണിക്കോൺ വന്നിട്ടുണ്ട്. അല്ല, നിങ്ങളൊക്കെ എവിടേക്കാ പോകുന്നേ? എടാ, അവിടെ യൂണിക്കോൺ വന്നിട്ടുണ്ട്. അതെയോ? എന്നാ നമുക്കും പോകാം. അല്ല, എന്താ എല്ലാവരും പോയല്ലോ? എന്റെ പാർട്ടിയിൽ ആരുമില്ലല്ലോ. ഞാൻ അവിടേക്ക് പോയാൽ അത് വളരെ മോശക്കേടല്ലേ? എന്തായാലും ഇവിടെ നിന്ന് നോക്കിയേക്കാം. താങ്ക് യു രുദ്ര. താങ്ക് യു അച്ഛാ. ഇത് നിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റിന് സമ്മതിച്ചു. പക്ഷെ ഈ ഗിഫ്റ്റ് എപ്പോഴും നിന്റെ കയ്യിൽ ഉണ്ടാവില്ല. പക്ഷെ നിനക്ക് എപ്പോ സവാരി പോണെങ്കിലും നിനക്ക് കാട്ടിൽ ചെന്ന് യൂണിക്കോണെ വിളിച്ചോണ്ട് പോകാം. കാരണം ഇത് നിന്റെ മാത്രം ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. ഞാനിതാ വന്നു കഴിഞ്ഞ യൂണിക്കോൺ. നമുക്ക് പോകാം. യൂണിക്കോൺ സവാരിയോ? ഇന്ന് എന്റെ ബർത്ത്ഡേയാ. എനിക്ക് ചാൻസ് കിട്ടും. വേഗം വേഗം പോയേക്കാം. അവിടെ ചെന്നാലേ കിട്ടുള്ളൂ. ഹേ സാൻഡി, നീ എന്താ ഒറ്റയ്ക്ക് ബർത്ത്ഡേ ആഘോഷിക്കാണോ? ഇങ്ങോട്ടേക്ക് വാ. അവൻ വിളിക്കുമ്പോ എങ്ങനെ പോകാതിരിക്കും? അത് ഈഗോ അല്ലേ? ഓക്കേ രുദ്ര, വരൂ. അപ്പോ സവാരി ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് സാൻഡിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാം. എന്ത് സത്യാണോ? എങ്കിൽ വരൂ. Happy birthday to you. Happy birthday to you. Happy birthday dear Sandy. Happy birthday to you. Yay! അത് നോക്ക്, അപ്പു വരുന്നുണ്ട്. Watch India's largest kids library only on Jio Hotstar. Download the app now.